ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തെലുങ്കാന ഹൈദരാബാദിൽ കുകട്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ സംഗീത നഗറിൽ എന്ന് പറഞ്ഞ ആ ഒരു നഗറിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഫീലിങ്സ്, നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു സംഭവം നടക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. ഈ ഒരു കുടുംബത്തിലെ അച്ഛൻ എന്ന് പറയുന്നത് കൃഷ്ണ എന്നാണ് പേര്, അമ്മയുടെ പേര് രേണുക. 2 മക്കളാണുള്ള. മൂത്ത ഒരു മോളുണ്ടെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ ഒരു സഹോദരനാണ്, സഹോദരൻ 3-ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. ഒരു സാധാരണ കുടുംബമാണ്. ഈ ഒരു അച്ഛൻ മെക്കാനിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അമ്മയാണെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യനുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു ജീവിച്ചു പോകുന്ന, ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. അതും മുകളിലത്തെ നിലയിലാണ് ഇവർ കുടുംബത്തോടെ താമസിക്കുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ അടുത്തടുത്തായിരിക്കും വീടുകളും. അതും ഭയങ്കരമായിട്ടുള്ള ക്രൗഡഡ് ഏരിയ ഒക്കെയാണ്. നിങ്ങളിപ്പം ഒരു ഫോട്ടോ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് മേലത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. താഴെയാണെങ്കിൽ ഇവരുടെ ഈ ഒരു വീടിൻ്റെ ഹൗസ് ഓണറാണ് താഴത്തെ നിലയിൽ താമസിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതി. ഇവരുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഈ ഒരു അച്ഛനും അമ്മയും ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നു. ഇളയ സഹോദരന് സ്കൂളിൽ പോകാനും റെഡിയാവുന്നു. അച്ഛനും അമ്മയൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്യുന്നു. പക്ഷേ അന്നത്തെ ദിവസം മൂത്ത മോൾക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. അവിടുത്തെ സ്പോർട്സ് ഡേ ആണ്. സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ഈ ഒരു മോൾ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ലീവ് എടുത്ത് വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, ടി വിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ഒരു അച്ഛനും അമ്മയും മകളുടെ അടുത്ത് പറയുന്നുണ്ട്, അനിയൻ്റെ സ്കൂൾ ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോളുണ്ടെങ്കിൽ ഉച്ചയാവുന്ന സമയത്ത് അനിയനുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അച്ഛനും അമ്മയും നേരെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ മോളും ഓക്കെ കൊടുക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടി വിയൊക്കെ കണ്ടുകൊണ്ട് ആ മോൾ ഇരിക്കുകയാണ്. ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് ഈ ഒരു മകൻ്റെ സ്കൂളിൽ നിന്നും ഈ ഒരു അച്ഛനൊരു കോള് വരുവാണ്. ടീച്ചറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മകൻ ഇതുവരെ കഴിക്കാനുള്ള ഫുഡ് ഇതുവരെ വന്നിട്ടില്ല, എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, പെട്ടെന്ന് കൊണ്ടുവരൂ, ലഞ്ചിനുള്ള സമയമാണ്, ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങും എന്ന് പറയുന്നു. ഇത് കേട്ടതും അച്ഛൻ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞതാണല്ലോ ഉച്ചയ്ക്ക് അനിയന് ഫുഡ് പോയി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ എത്തിയില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു അച്ഛന് ഡൗട്ട് തോന്നുന്നുണ്ട്. നേരെ ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. മുകളിലത്തെ നിലയിൽ കയറുന്നു. കയറിയ സമയത്ത് ഈ ഒരു വീടിൻ്റെ ഡോറ് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്ത കണക്കാണ് കാണുന്നത്. ഈ ഒരു അച്ഛൻ ഡോറ് തുറന്ന് നോക്കിയപ്പം കാണുന്നത് ഈ ഒരു മകള് വീടിനകത്ത് മരിച്ച നിലയിൽ കിടക്കുവാണ്. രക്തമൊക്കെ അവിടെ മൊത്തം വാർന്ന് കിടപ്പുണ്ട്. ഇത് കണ്ടതും ഈ ഒരു അച്ഛൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. ഈ ഒരു സൗണ്ട് കേട്ട് അടുത്തുണ്ടായിരുന്ന എല്ലാവരും ഓടി വരിക, എന്താണ് സംഭവം എന്ന് കാണുകയും എല്ലാവരും ഷോക്കാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നാട്ടുകാരൊക്കെ പോലീസിനെ അറിയിച്ചു. അതുപോലെ തന്നെ അമ്മയൊക്കെ അറിഞ്ഞ് അവിടെ വന്ന് അവർ ഫാമിലി മൊത്തം തകർന്നിരിക്കുകയാണ്. പോലീസ് വന്ന് ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അവിടെ ഫിംഗർ പ്രിൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. താഴത്തെ, അതായത് ഈ ഒരു ഹൗസ് ഓണർ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ CCTV ഫുട്ടേജ് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം, ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാൻ പറ്റും എന്ന് പോലീസിന് തോന്നിയിട്ട് ആ ഒരു CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്ത സമയത്ത് ആരെയും കാണുന്നില്ല, മേലോട്ടൊന്നും കയറിപ്പോയതായിട്ട് ആരെയും കാണുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് പോലീസിന് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. ഈ ഒരു വീടിനകത്ത് ഒരു ഫിംഗർ പ്രിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നതുമില്ല. പോലീസിന് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കേസ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയമാവുന്നു. 2-3 ദിവസം ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് അന്നത്തെ ദിവസം ആ ഒരു ഏരിയയിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യുവാണ്. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ പോലീസ് ഫുൾ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരാളിൽ ഭയങ്കരമായിട്ട് പോലീസിന് ഡൗട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ മോളും ഈ മരിച്ചുപോയ കുട്ടിയുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇദ്ദേഹത്തിലൊരു ഡൗട്ട് തോന്നി ഇദ്ദേഹത്തിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു വ്യക്തി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കതെൻ്റെ മോളെ പോലെ തന്നെയാണ് എന്നിങ്ങനെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം ഈ ഒരു വ്യക്തി അങ്ങനെ തന്നെ പറയുകയാണ്. അവസാനം ഈ പോലീസിനും അത് ഏകദേശം നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചതാണ് എന്നുള്ള രീതിയിലെത്തുകയും അയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഏരിയയിൽ പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹം വർക്ക് ഫ്രം ഹോമാണ് എടുത്തേക്കുന്നത്, അദ്ദേഹത്തിലേക്ക് ഈ ഒരു പോലീസിൻ്റെ ഡൗട്ട് പോകുന്നതും പോലീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതും അദ്ദേഹം ഇതേ കണക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും പോലീസിനത് ഏകദേശം ഓക്കെ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ വീടിൻ്റെ കണ്ണാടിയിലൂടെ ഇവരെ വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു വീട്ടിൽ ഒരു പയ്യൻ എപ്പം നോക്കിയാലും ഇവരെ വീട്ടിലേക്ക് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ്. ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്ത് പിടിച്ചൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്രയും ക്ലോസ് ആയിട്ടാണ്. അപ്പം ഇത് ഈ ഒരു എൻജിനീയർ ഇവരുടെ അടുത്ത് പറഞ്ഞതും പോലീസ് അത് ആരാണ്, അത് ഏതാണ് ഒരു കുട്ടി എന്നൊരു അന്വേഷിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് ആ ഒരു പയ്യനെ പറ്റി അന്വേഷിച്ച സമയത്താണ് ആ ഒരു പയ്യനും ഈ ഒരു സഹോദരൻ, ഈ ഒരു മരിച്ചുപോയ കുട്ടിയുടെ സഹോദരൻ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ ഭയങ്കര ഉഴപ്പും ഭയങ്കരമായിട്ട് അത്ര നല്ല പേരുള്ള ഒരു പയ്യനൊന്നും അല്ല. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പയ്യനെ പറ്റി ഒരു കാര്യം അറിയുന്നത്. ഈ ഒരു പയ്യൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു പയ്യൻ്റെ അമ്മ ഈ ഒരു ഫോൺ കണ്ടുപിടിക്കുകയും നിനക്കിത് എവിടെ നിന്ന് കിട്ടി, ഇതൊക്കെ വാങ്ങാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ ഒരു പയ്യൻ ഇതിനെപ്പറ്റിയൊന്നും പറയാതെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പോലീസിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം ഈ ഒരു പയ്യൻ്റെ അമ്മ ഇതിനെപ്പറ്റി വലുതായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം, ഇതിനെപ്പറ്റി പിന്നെ തിരക്കിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് അവസാനം ഡൗട്ട് ഇവനിലേക്ക് എത്തിയ സമയത്ത് ഇവനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. അവസാനം പോലീസ് നല്ല രീതിക്ക് ഇവനെ ചോദ്യം ചെയ്ത സമയത്താണ് ഇവൻ സത്യങ്ങളെല്ലാം പറയുന്നത്, ഇവനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം. പിന്നെ പോലീസിന് അറിയേണ്ട ഒരു കാര്യം എന്തിനിവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. ഇവനും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറയുമ്പോൾ 15 വയസ്സ്. ഇങ്ങനെ ചെയ്യാനുണ്ടായ മോട്ടീവ് എന്താണ് എന്ന് അറിയണമായിരുന്നു. അങ്ങനെ ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്താണ് ഇവൻ പറയുന്നത്, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഞാൻ ക്രിക്കറ്റൊക്കെ ഇവിടെ ദിവസമൊന്നും കളിക്കുന്ന സമയത്ത് എൻ്റെ ബാറ്റൊന്നും ഇല്ല. ഈ ഒരു മരിച്ചുപോയ കുട്ടിയുടെ സഹോദരൻ്റെ കയ്യിലൊരു ബാറ്റുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ബാറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് എപ്പോഴും കളിക്കുന്നത്. കുറച്ച് നാളായിട്ട് അവൻ്റെ അടുത്ത് ബാറ്റ് ചോദിക്കും, അവൻ തരത്തില്ല. അന്ന് തൊട്ടേ ഞാൻ ഇവൻ്റെ ബാറ്റ് ഇങ്ങനെ നോട്ടം ഇട്ടതാണ്, എന്തെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോട്ടം ഇട്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു അവസരം കിട്ടുന്നത് ഇതേ കണക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി. അതാണ് ഓഗസ്റ്റ് മാസം 18-ാം തീയതി. ഇവനുണ്ടെങ്കിൽ ഇതേ കണക്ക് വീടിൻ്റെ അപ്പുറത്ത് തന്നെ പിടിച്ച് കയറാവുന്നതേ ഉള്ളൂ. അങ്ങനെ സൈഡിലൂടെ കയറുന്നു. കയറിയതിന് ശേഷം വീടിനകത്തേക്ക് ഈ സഹോദരി കാണാതെ അകത്തേക്ക് കയറുന്നു. കയറിയതിന് ശേഷം കിച്ചണിലേക്ക് ചെന്നതിന് ശേഷം ഈ ബാറ്റ് എടുത്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി ഇവനെ കാണുകയാണ്. കണ്ടതും ഉറക്കെ ഒച്ച വെക്കാൻ നേരത്തെ ഇവൻ ഓടിച്ചെന്ന് വാ പൊത്തുന്നു. പൊത്തിയതിന് ശേഷം താഴേക്ക് പിടിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു പെൺകുട്ടി അച്ഛ അല്ലെങ്കിൽ നാട്ടുകാരെ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്നത് ഇവന് ഭയങ്കരമായിട്ട് ടെൻഷനായി. കയ്യിരുന്ന കത്തി എടുത്ത് വെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവനുണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള ഫിംഗർ പ്രിൻറ്റ്സോ അതുപോലെ തന്നെ കത്തിയൊക്കെ അവിടെ തന്നെ വെള്ളമൊക്കെ കഴുകി അതിന് ശേഷം തിരിച്ച് വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോലീസിന് ഡൗട്ട്, ഇതൊക്കെ ഫിംഗർ പ്രിൻറ്റ്സിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ തെളിവൊന്നും വെക്കരുത് എന്നുള്ളൊരു കാര്യം ഇവനെങ്ങനെ അറിയാം എന്ന് പോലീസ് ചോദിച്ച സമയത്താണ് ഇവൻ പറയുന്നത്, ഇവൻ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സിനിമാസൊക്കെ കാണുന്നുണ്ട്, എങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് ഇവൻ പറയുന്നത്. ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി പോലീസ്. അതുപോലെ തന്നെ ഈ ഒരു അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവൻ ഈ ഒരു കുടുംബത്തിനെ വന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സഹോദരൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോലീസിന് പിന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ്റെ വീട്ടിൽ നിന്നും ഇവൻ എഴുതിയ ഒരു ഡയറി കിട്ടുന്നത്. ഈ ഒരു ഡയറിയിൽ ഈ ഒരു ദിവസം, അതായത് ഈ സംഭവം നടക്കുന്ന അന്നത്തെ ദിവസം ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്ലാൻ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാൻ പോലീസ് വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ പറഞ്ഞതും ഇതിനകത്ത് എഴുതി വച്ചേക്കുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇവൻ പറഞ്ഞത് ഇവൻ ആ ഒരു വീട്ടിൽ പോയത് ബാറ്റ് മോഷ്ടിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവൻ്റെ ഈ ഒരു ഡയറിയിൽ ഇവൻ എഴുതി വച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വീടിനകത്ത് ആരും കാണാതെ കയറിയതിന് ശേഷം നേരെ കിച്ചണിൽ പോയതിന് ശേഷം ഒരു ഗ്യാസ് തുറന്നു വിടും. അതിനുശേഷം ഇവർ വീട്ടിലുള്ള ലോക്കറൊക്കെ പൊട്ടിച്ചിട്ട് അതിലുള്ള പൈസ മൊത്തം ഞാൻ എടുത്തിട്ട് വെളിയിൽ വന്നിട്ട് അകത്തേക്ക് തീപ്പെട്ടി കത്തിച്ചിടും. അതിനുശേഷം വീട് മൊത്തം നശിച്ചു പോകും എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡയറിയിൽ എഴുതി വച്ചിരുന്നത്. പക്ഷേ ഇവൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞതാണെങ്കിലോ ബാറ്റ് മോഷ്ടിക്കാൻ പോയി എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ നിന്ന് പോലീസിനും ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് മനസ്സിലായ സമയത്ത് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നി. കാരണം ഇവന് കുറേയധികം സിനിമയൊക്കെ കാണുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പോലീസിനെ പറ്റിക്കുന്ന രീതിയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയാമെന്നത് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ഛനും അമ്മയൊക്കെ പറയുന്നത്, ഇവൻ പറഞ്ഞ കണക്ക് ബാറ്റ് മോഷ്ടിക്കാനൊന്നും പോയതല്ല, ഇതേ കണക്ക് പൈസ മോഷ്ടിക്കാൻ പോയതാണ്. അപ്പോഴാണ് എൻ്റെ മോള് കാണുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്കല്ല എത്തിയത് എന്നുള്ളൊരു കാര്യം ഈ ഒരു അച്ഛനും അമ്മയും പറയുന്നുണ്ട്. ഈ ഒരു പയ്യന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾക്ക് കിട്ടുന്ന ശിക്ഷയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ഛനും അമ്മയും പറഞ്ഞ് അങ്ങനെയുള്ള ശിക്ഷയൊന്നും ഇവന് കൊടുക്കരുത്. ഇവൻ ആ ഒരു മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ, അത്രയ്ക്ക് അഡൾട്ടായിട്ടുള്ളവരൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവൻ ചിന്തിച്ചിട്ടുള്ളത്. ഇവന് അതിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളൊരു കാര്യത്തിൽ ഈ ഒരു അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഏത് അറ്റം വരെയും പോവും എന്ന് പറഞ്ഞ് സമരവും കാര്യങ്ങളൊക്കെ ഈ ഒരു അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഈ ഒരു പയ്യൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബിഹേവിയറാണ്. അതിലും പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പയ്യന് ഫോൺ എവിടുന്ന് കിട്ടി, വാങ്ങാൻ എവിടുന്ന് പൈസ കിട്ടി എന്നൊക്കെ അമ്മ കണ്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഇതിന് മറുപടിയൊന്നും പറയാത്ത സമയത്ത് അതങ്ങനെ തന്നെ വിട്ടിട്ട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു മക്കളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ അവർ പറയുന്നതോ അല്ല കാര്യങ്ങളോ ഒക്കെ നമുക്ക് തെറ്റാവുന്ന തോന്നുന്ന സമയത്ത് നമ്മൾ പറയണം. അവർക്കെന്ത് ഫീലാവും അല്ലെങ്കിൽ അവരിതൊക്കെ ബുദ്ധിമുട്ടുമോ എന്നുള്ള രീതി കൊണ്ട് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയാനുള്ള ഒരു ബോധം നമുക്ക് വേണം. അത് പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പം ആ ഒരു അന്നത്തെ ദിവസം ഇതേ കണക്ക് അമ്മയൊക്കെ ഇവനെ അടുത്ത് എവിടുന്ന് പൈസ കിട്ടിയെന്നൊക്കെ കണ്ടു പിടിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ വാങ്ങാൻ ഇവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു മോഷണമൊക്കെ കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു കുട്ടിയുടെ ജീവനാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളിലും ഇതേ കണക്കുള്ള കാര്യങ്ങൾ അവർ തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ അത് സൊസൈറ്റിയിലേക്ക് അവർ വളർന്ന് വലുതായതിന് ശേഷം എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ സാധിക്കത്തില്ല.